നമസ്തേ പ്രിയമുള്ളവരെ, ലാൽജിയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് പിന്തുണയ്ക്ക് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഈ ഒരൊറ്റ വീഡിയോ, 100 വീഡിയോ ഒന്നും വേണ്ട, ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ എൻ്റെ ഗ്യാരണ്ടിയാണ്, എൻ്റെ വാക്കാണ്, എൻ്റെ ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ചാനൽ നിങ്ങൾ കാണുക പോലും വേണ്ട. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണിത്. നോക്കൂ, ഞാൻ വളരെ ഒരു സിമ്പിളായ ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? ലളിതമായൊരു ചോദ്യമാണ്, വളരെ ലളിതമാണ്. പക്ഷേ ഈ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. നമ്മളെന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മത്തി മുളകിട്ട് വെക്കാം, അല്ലെങ്കിൽ മത്തി എങ്ങനെ പഞ്ചസാര ഇട്ട് വെക്കാം എന്നുള്ള ചാനലുകളൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ നേടുമ്പോൾ നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് വ്യൂവർഷിപ്പാണുള്ളത്, അല്ലേ? പക്ഷേ അത് ആരാണ് കാണുക? ജീവിതത്തിൽ ജയിക്കണമെന്നുള്ളവർ, ജീവിതത്തെ വാശിയോട് പൊരുതണമെന്നുള്ളവർ, അവർക്കുള്ളതാണ് ഈ ചാനൽ. എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല ഇത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വളർച്ച ഒരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന രീതിയിൽ പോകുന്നത്. ഒരു ദിവസം ഈ ചാനലൊരു കുതിച്ചാട്ടം ഉണ്ടാവും. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതും ഒരു സക്സസ്സാണ്. സക്സസ് ഈസ് പ്രഡിക്റ്റബിൾ. വിജയം അത് പ്രവചിക്കാവുന്ന ഒന്നാണ്. മാജിക്കോ ഭാഗ്യമോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതൊന്നല്ല. നമ്മുടെ സ്മാർട്ട് വർക്കും നമ്മുടെ ഡിസിപ്ലിനെയും അടിസ്ഥാനമാക്കിയ ഒരു സാധനമാണ് വിജയം. പക്ഷേ ഈ വിജയം നേടാനുള്ള ഈ ഡിസിപ്ലിൻ, അതിനെക്കുറിച്ച് രഹസ്യം പറയട്ടെ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഈ ഡിസിപ്ലിൻ പരിശീലിക്കാനുള്ള ആദ്യ അവസരം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റം എപ്പോഴാണ് വന്നതെന്ന് പറയട്ടെ. ഞാൻ എൻ്റെ പ്രഭാതങ്ങളെ, എൻ്റെ രാവിലെകളെ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊറോണ എന്നൊരു പ്രതിഭാസം വന്നു. ആ സമയത്ത് പ്രഭാതങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരുന്നു, അല്ലേ? എഴുന്നേറ്റിട്ട് എന്തിനാണ്? പബ്ലിക് ഇൻട്രാക്ഷൻ ഇല്ല, ജോലിയില്ല, ബിസിനസ്സില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങിയാൽ കേസ്, വീട്ടിലിരുന്ന് TV കാണുക, അല്ലെ? അതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാന പരിപാടികൾ. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഒരുപാട് ഓടിയല്ലോ, ഒരു ബോണസ് പോലെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയല്ലോ. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്തതെല്ലാം നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബ്രെയിനും ഒക്കെയാണ് നമ്മുടെ പ്രധാന റിസോഴ്സ് എങ്കിൽ അതിനെ എങ്ങനെ ഷാർപ്പാക്കാം? അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ തീരുമാനിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രചോദനമൊന്നുമില്ല. കാരണം ഈ മോട്ടിവേഷൻ എന്നൊരു സാധനമുണ്ട്. ഞാൻ ഇന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൊന്ന് മോട്ടിവേഷൻ മണ്ണാങ്കട്ടയാണെന്നാണ്. പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുകയില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മുടെ തലയിൽ ഉദിച്ചു വന്ന ആശയമാണ്, എന്നെപ്പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക. ആ ക്ലബിനൊരു പർപ്പസ് ഉണ്ടാവണം. അപ്പോൾ എന്താ പർപ്പസ്? ലോകം മുഴുവൻ അപ്പോൾ ചർച്ച ചെയ്യുന്നത് ദുഃഖമാണ്. കൊറോണയെ സംബന്ധിച്ച ദുരിതങ്ങൾ, മരണങ്ങൾ, ആൾക്കാർ പേടിക്കുന്നു, പാനിക്ഡാണ്. എന്നാൽ പിന്നെ സന്തോഷമായിക്കോട്ടെ. അങ്ങനെ ഹാപ്പിനെസ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചു. അതൊരു മോർണിംഗ് ക്ലബ്ബായിരുന്നു. ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ ചേർന്നാണ് തുടങ്ങിയത്. ബട്ട് അതിന്ന് 9-ലധികം രാജ്യങ്ങളിൽ അത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ആ ക്ലബ്ബ് എന്താ ചെയ്തെന്നറിയാവോ? പ്രഭാതങ്ങളെ സ്വന്തമാക്കാൻ സഹായിച്ചു. ആ പ്രഭാതങ്ങളെ വെറുതെ സ്വന്തമാക്കുകയല്ല, വെറുതെ കൂടിയിരുന്ന് വെടി പറയുകയല്ല, മറിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ സിസ്റ്റത്തിലൂടെ എങ്ങനെ ഒരു ദിവസം മനോഹരമാക്കാമെന്ന് അവിടെ ചർച്ച ചെയ്തു. ഓരോ ദിവസങ്ങളും മനോഹരമായപ്പോൾ അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ജീവിതം മനോഹരമായി. നോക്കൂ, പ്രഭാതങ്ങൾ കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുക. അത് നമ്മുടെ ശീലങ്ങളുടെയും നമ്മുടെ പ്രയോറിറ്റികളെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ഭാവിയും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ പ്രഭാതങ്ങൾ പ്രത്യേകമായിട്ടൊരു പർപ്പസ് ഇല്ലാത്തതും ഫോക്കസ് ഇല്ലാത്തതും, ഇപ്പോൾ എഴുന്നേറ്റാൽ ആദ്യമേ തന്നെ ഫോൺ എടുത്ത് ഈ മെസ്സേജുകളോട് പ്രതികരിക്കുന്നതാണെങ്കിൽ, നമ്മൾ മറ്റൊരാളുടെ മെസ്സേജിനോട് പ്രതികരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമയത്തെ അവന് കൊടുക്കുകയാണ്. അവൻ അയച്ച മെസ്സേജിനോട് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതം അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നിങ്ങളുടെ രാവിലെകൾ നല്ല ശാന്തവും
ഇൻറ്റൻഷനലി പർപ്പസും ലക്ഷ്യവും നിറഞ്ഞതാണെങ്കിൽ അത് മറ്റെല്ലാത്തിനും മേലെ ഒരു പോസിറ്റീവ് ടോൺ നൽകും. ഒരു ദിവസത്തിന് മുഴുവൻ പോസിറ്റീവാക്കും. ജീവിതത്തിൽ 2 വേദനകളൊന്നും നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റൂ. ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഓർ ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. ഒന്നുകിൽ അച്ചടക്കത്തിൻ്റെ വേദന, അല്ലെങ്കിൽ ഖേദത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ വേദന. അച്ചടക്കം പ്രത്യേകിച്ച് രാവിലെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നേട്ടങ്ങൾ നൽകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഒരു മാറ്റം ആഗ്രഹിച്ച് നിങ്ങൾ ഈ ചാനൽ കാണാൻ വന്നെങ്കിൽ മാറ്റം ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കേണ്ടതല്ല. നമുക്ക് നമ്മളിലേക്കത് വന്നു ചേരേണ്ടതാണ്. നോക്കൂ, നിങ്ങളിങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾ ഉണരാനായിട്ട് അലാറം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ അലാറം മുഴങ്ങുമ്പോൾ നിങ്ങളുടെ ആദ്യ വിജയത്തിൻ്റെ വക്കിലാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് പോകാം, പിന്നെ എഴുന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണരുവാനും എഴുന്നേക്കുവാനും ലക്ഷ്യത്തിലേക്ക് ചുവട് വെക്കാനും തീരുമാനിക്കാം. ആ ചെറിയ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, അത് ജസ്റ്റ് എഴുന്നേക്കുക എന്ന് മാത്രമല്ല, എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആരായിത്തീരുന്നു ഭാവിയിൽ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വാക്ക് നിങ്ങൾ സ്വയം പാലിക്കുക എന്നത് തന്നെയാണ്. അവിടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ആരംഭിക്കും. ഞാൻ കാലത്ത് എഴുന്നേൽക്കുന്ന ആളല്ല എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണോ? നിങ്ങളുടെ ഗ്രോത്തിലും നിങ്ങളുടെ ഏറ്റവും മികച്ച ജീവിതം നയിക്കുന്നതിലും നിങ്ങൾക്ക് ശ്രദ്ധ ഉറപ്പാക്കണം എന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു മോർണിംഗ് പേഴ്സണാലിറ്റി ആകാൻ കഴിയും. അത് അങ്ങനെ ആകുന്ന എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് അത് ആവശ്യമുള്ളതുകൊണ്ടാണ്. വെറും ആവശ്യമല്ല, അത്യാവശ്യം. ഈ ഡിസിപ്ലിൻ നമുക്ക് ജന്മന ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒന്നാണ്. പലപ്പോഴും ആരും കാണാത്തപ്പോൾ, പുലർച്ചെ ഉണരുമ്പോൾ, ലോകമുറങ്ങുമ്പോഴും ഉറങ്ങുന്ന പ്രഭാതത്തിലെ ആ നിശബ്ദ നിമിഷങ്ങളിലാണ് അത് സംഭവിക്കുക. അവിടെ നിങ്ങൾ, പിന്നെ പ്രഭാതവായു, നിങ്ങളുടെ ചിന്തകൾ എന്നിവ മാത്രം. മലമറിക്കാനൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഡെയിലി വിക്ടറീസ് എന്നൊരു കാര്യം എൻ്റെ മെൻറ്റർ മിസ്റ്റർ റോബിൻ ശർമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലളിതമായ വിജയങ്ങളിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങളിപ്പോൾ ഉണരുന്നതിൻ്റെ 30 മിനിറ്റ് മുമ്പ് നേരത്തെ ഉണരുക. അതൊരു ഡെയിലി വിക്ടറിയാണ്. 4 മണിക്ക് എഴുന്നേക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ 7 മണിക്കാണോ ഉണരുന്നത്, നിങ്ങൾ 6:30 എഴുന്നേക്കുക. നിങ്ങൾ 6:30ക്കാണോ എഴുന്നേക്കുന്നത്, നിങ്ങൾ 6 മണിക്ക് എഴുന്നേക്കുക. നിങ്ങളിപ്പോൾ 6 മണിക്കാണോ എഴുന്നേക്കുന്നത്, നിങ്ങൾ 5:30 എഴുന്നേക്കുക. നിങ്ങൾ 5:30ക്കാണോ ഇപ്പോൾ ഉണരുന്നത്, നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കുക. ആ ഒരു തീരുമാനമുണ്ടല്ലോ, അത് നടപ്പാക്കുമ്പോൾ അതൊരു ഡെയിലി വിക്ടറിയാണ്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കിടക്ക് ഒരുക്കുക, അതൊരു ഡെയിലി വിക്ടറിയാണ്. കാരണം നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് ഞാൻ ഈ ബെഡിലേക്ക് തിരിച്ചു വരും എന്നുള്ള നമ്മുടെ ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾ ബെഡ് ഒരുക്കി വെക്കുക എന്നുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതൊരു ഡെയിലി വിക്ടറിയാണ്. ഒരു നല്ല പുസ്തകത്തിൻ്റെ 10 പേജുകൾ വായിക്കുക, അതൊരു ഡെയിലി വിക്ടറിയാണ്. നിങ്ങളുടെ 3 ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, അതൊരു ഡെയിലി വിക്ടറിയാണ്. ഇവ വെറും ജോലികളല്ല, അവ ലോകത്തോടുള്ള നിങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ്. ഈ ദിവസത്തിൻ്റെ ചുമതല എനിക്കാണ്, എൻ്റെ ഡയറക്ഷന് ഞാൻ ഉത്തരവാദിയാണ്. നിങ്ങളുടെ ദിവസം കടലാസിൽ എഴുതി വെക്കുന്നത് വരെ ആരംഭിക്കരുത്. ബെസ്റ്റ് ടൂളാണ്. നമുക്ക് രാവിലെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് അവസരമുണ്ടല്ലേ. നേരെ മറിച്ച് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ ദിവസം ആരംഭിക്കുക. അതൊരു ഡെയിലി വിക്ടറിയാണ്. എന്നെ സംബന്ധിച്ചാണ് എൻ്റെ സുവർണ നിയമങ്ങളിൽ, എൻ്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറയും, അതൊന്നാണ്. അത് ആസൂത്രണം ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുക, ദൃശ്യവൽക്കരിക്കുക. ഏതെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മുടെ മനസ്സിൽ സ്വന്തമാക്കുക, ജയിക്കുന്നതായിട്ട്. ജീവിതത്തിലെ എല്ലാ റിസൾട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ നമ്മളുടെ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണമെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കാം. സുഖകരമായും കംഫർട്ടായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാം. ഇപ്പോൾ പുതപ്പിൻ്റെ അടി കിടക്കുക എന്ന് പറയുന്നത് അല്ലേ സുഖകരമായൊരു കാര്യമാണ്. വെൻ യു ക്യാൻ ചൂസ് പർപ്പസ് ഇൻസ്റ്റെഡ് ഓഫ് പാനിക്, ഡിസിപ്ലിൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് ഗ്രോത്ത് ഇൻസ്റ്റെഡ് ഓഫ് കംഫർട്ട്. പരിഭ്രാന്തിക്ക് പകരം നിങ്ങൾക്ക് ലക്ഷ്യവും, കാലതാമസത്തിന് പകരം അച്ചടക്കവും, സുഖത്തിന് പകരം വളർച്ചയും തിരഞ്ഞെടുക്കാം. ചോയ്സ് നമ്മുടേതാണേ. നമുക്ക് ജയിക്കണം. വിജയത്തിൽ ദിവസവും പരിശീലിക്കാവുന്ന കുറച്ച് ലളിതമായ വിഷയങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ.
പക്ഷേ ഇതെല്ലാം മോർണിംഗിൽ, പ്രഭാതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് രാവിലെ ജയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദിവസം ജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദിവസം ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ജയിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടിവേഷനായിട്ട് കാത്തിരിക്കരുത്. മോട്ടിവേഷൻ മണ്ണാങ്കട്ടയാണ്. ഡിസൈൻ യുവർ മോർണിംഗ്. നിങ്ങളുടെ പ്രഭാതം ഡിസൈൻ ചെയ്യുക. മോട്ടിവേഷൻ തന്നെ വരും. നിങ്ങൾ ഡിസൈൻ ചെയ്ത ആ പ്രഭാതത്തെ നിങ്ങളുടെ ഭാവി രൂപകൽപ്പന ചെയ്യാൻ അനുവദിക്കുക. ഈ വിജയം, സക്സസ് മാജിക് കൊണ്ട് പ്രത്യക്ഷപ്പെടും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇല്ല എൻ്റെ സുഹൃത്തെ, അതങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പ്രഭാതം മുതൽ നിങ്ങളത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് രൂപകൽപ്പന ചെയ്യുകയും ആഗ്രഹിക്കുകയും വേണം. നമ്മുടെ പ്രഭാതത്തിൻ്റെ റൊട്ടീൻ, ദിനചര്യയാണ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ്. ഓരോ ദിവസവും കെട്ടിപ്പടുക്കുന്ന അടിത്തറയാണത്. അതെത്ര ദൈർഘ്യമേതാണെന്നല്ല, അത് എത്രത്തോളം പർപ്പസ്ഫുള്ളാണ് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ നോക്കി, ഒരു ബ്ലൂ പ്രിൻ്റ് ഇല്ലാതെ നമ്മൾ ആരെങ്കിലും വീട് പണിയോ, ഒരു പ്ലാൻ ഇല്ലാതെ വീട് പണിയോ? പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്? യുവർ മോർണിംഗ് റൊട്ടീൻ ഈസ് എ ഡൈനാമിക് ബ്ലൂ പ്രിൻ്റ് ഓഫ് യുവർ ലൈഫ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമാണോ എന്ന് നോക്കണം. നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ആദ്യം എടുത്ത് ഫോൺ നോക്കിയിട്ട് അങ്ങനെയാണോ ഉണരുക? അതോ രാവിലെ നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണോ? മനസ്സിലായി അല്ലേ? നിങ്ങളുടെ ആദ്യ പ്രവൃത്തി നിങ്ങളുടെ ഫോൺ എടുക്കുക എന്നാണെങ്കിൽ നിങ്ങളുടെ പ്രഭാതം നിങ്ങൾ മറ്റൊരാൾക്ക് ഇതിനകം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ സന്ദേശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, their distractions, ഇവ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ദിവസത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വീണ്ടെടുക്കുന്നത് ഒരു വെല്ലുവിളി നിറയും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞാൻ എപ്പോഴും ഊന്നി പറയുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധ വിലപ്പെട്ടതാണ്, നിങ്ങളുടെ ഫോക്കസ് വിലപ്പെട്ടതാണ്. രാവിലെ അത് പ്രത്യേകിച്ച് ദുർബലമാണ്. നമ്മൾ എഴുന്നേറ്റ് വരുന്നല്ലേ ഉള്ളൂ. ലോകത്തെ നേരിടാൻ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മാനസിക ഇടം അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ലക്ഷ്യമില്ലായ്മയാണ് മറ്റൊരപകടം. ഉദ്ദേശമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഉണരുന്നത് അത് വെറും വഴിപാട് മാത്രമാണേ. അത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ്. വഴിതെറ്റിപ്പോയ ഒരു മനസ്സ് അലഞ്ഞു തിരിയാൻ തുടങ്ങും. വഴിതെറ്റിപ്പോയ മനസ്സുകൾ വലിയ വിജയങ്ങളുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ലക്ഷ്യമാകട്ടെ നിങ്ങളുടെ ഇന്ധനം. ലോകം ചലിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആ പ്രേരക ശക്തിയാണ്. അതാണ് റിയൽ മോട്ടിവേഷൻ. ആ പ്രചോദനം നിങ്ങൾക്കില്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും നിങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ പരിശ്രമിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം ഇതാ, നിങ്ങൾ ചില രാത്രിയിൽ വൈകി ഉറങ്ങുന്നു, എന്നിട്ട് നമ്മുടെ പ്രഭാതങ്ങളിൽ വൈകി ഉണരുന്നു. ജോലിയുടെ ഭാഗമായി വൈകി ഉറങ്ങുന്നവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അദ്ദേഹം രാത്രി ഉറക്കം നിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ്, ബ്രെഡ് ആൻഡ് ബട്ടറിൻ്റെ ഭാഗമാണ്. സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ, അതവരുടെ, അല്ലെങ്കിൽ നേഴ്സുമാർ, അതവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറിൻ്റെ ഭാഗമാണ്, പ്രൊഫഷൻ്റെ ഭാഗമാണ്. ഞാൻ അവരെക്കുറിച്ചല്ല പറയുക, മറിച്ച് TV കണ്ട് മൊബൈൽ നോക്കിയിരുന്ന് പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ വൈകുന്ന ആൾക്കാർ. നിങ്ങൾ വളരെ വൈകി ഉറങ്ങാൻ പോകുമെന്ന് കരുതുക. അച്ചടക്കം എന്നത് പുതിയ ശീലങ്ങൾ ആരംഭിക്കുക എന്ന് മാത്രമല്ല, അത് എഫക്റ്റീവ് അല്ലാത്തതിനെ സ്റ്റോപ്പ് ചെയ്യുക കൂടിയാണ്. നിങ്ങളുടെ രാത്രികൾ അശ്രദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ പ്രഭാതങ്ങൾ കിട്ടില്ല. നിങ്ങൾ രാത്രിയിൽ മോഷ്ടിക്കുന്ന ഓരോ മണിക്കൂറും നാളെയിൽ നിന്ന്, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നോക്കൂ, ചിന്തിക്കുക. ഇപ്പോൾ എനിക്ക് മാറാൻ കഴിയില്ലെന്ന് അവകാശപ്പെട്ട ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടി. ഇപ്പം എൻ്റെ വഴി ഇതാണ്, ഞാനൊരു മോർണിംഗ് പേഴ്സണാലിറ്റി അല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചൊറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ പ്രഭാതം, നിങ്ങളുടെ മോർണിംഗ് പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴാണ്? പ്രഭാതത്തെ സംരക്ഷിക്കുക, ഒരു തോട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല. നോക്കൂ, അങ്ങനെ ചെയ്യുന്നിടത്താണ് മാറ്റം ആരംഭിക്കുക. മാറ്റങ്ങൾ അസ്വസ്ഥമാവും. ഇപ്പം നിങ്ങളൊരു വളരെ വർഷങ്ങളായിട്ട് വൈകി എഴുന്നേൽക്കുന്നു, നിങ്ങൾക്കത് നിങ്ങളുടെ ബോഡി അങ്ങനെ സെറ്റായിട്ടുണ്ടാവും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാന്ന് പറയുമ്പോൾ അത് അസ്വസ്ഥത സൃഷ്ടിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പകൽ ഉറക്കം വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ലൈഫിൽ സെറ്റായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴത്തെ ഈ രീതി നിങ്ങളിനി ഒരു 10 വർഷം തുടർന്നാലും ഈ സെറ്റ്
സെറ്റാവലുണ്ടാവില്ല. സെറ്റാവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അത് ചെയ്യാനായിട്ട് നമുക്കൊരു സമയം കണ്ടെത്തണ്ടേ? പുതിയ എന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം ഇപ്പം നിങ്ങൾ രാവിലെ വൈകി കഴിഞ്ഞിട്ടാണെങ്കിലും രാത്രി ഉറങ്ങിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾ സെറ്റാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സെറ്റാവുന്നേ ഇല്ല എങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനൊരു സമയം കണ്ടെത്തണ്ടേ? എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എക്സ്ട്രാ സമയം കണ്ടെത്തണ്ടേ? ആ സമയമാണ് ഞാൻ രാവിലെ പറഞ്ഞത്. രാവിലെ സ്വന്തമാക്കിയാൽ ഒരു ദിവസത്തെ സ്വന്തമാക്കണം. ആദ്യ മണിക്കൂർ നിങ്ങൾ ദിവസം മുഴുവൻ കിടക്കേണ്ട, ആദ്യ മണിക്കൂർ ജയിച്ചാൽ മതി. ഒരു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ കംഫർട്ട്സ് ആക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ക്യൂസുകൾ, അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ വിലപ്പെട്ട ഒന്നിനെ എടുത്തു കളയാൻ അനുവദിക്കരുത്. കാരണം പ്രഭാതം പവിത്രമാണ്, അത് പുതിയ ഒന്നിൻ്റെ തുടക്കമാണ്. നിങ്ങളുടെ സ്വരം നന്നാക്കാൻ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായ അത്ഭുതകരമായ ഒരു നിമിഷമാണ്. നിങ്ങൾ വ്യക്തമായ മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നു. ഈ രാവിലെ ഈ അവസരം കളയരുത്, ഇത് പ്രയോജനപ്പെടുത്തൂ. പ്രിയ സുഹൃത്തെ, വിജയം എന്ന് പറയുന്നത് ഒരു വലിയ കുതിച്ചാട്ടമൊന്നുമല്ല. അത് ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാമാണ്, പരമ്പരയാണ്. പ്രഭാതം നിങ്ങളുടെ ആദ്യ വിജയമാണ്. അതിനെ സംരക്ഷിക്കുക, അത് പിടിച്ചെടുക്കുക. നിങ്ങൾ ഒരു ദിവസം കീഴടക്കണം. ഇപ്പം ഇടയ്ക്കിടെ വല്ലപ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. യഥാർത്ഥ വിജയം ഒറ്റ ദിവസം കൊണ്ട് നേടുന്നതല്ല, അത് ക്രമേണ ദിവസം തോറും ഇഷ്ടികയടിക്ക് ഒരു വീടുണ്ടാക്കുന്നത് പോലെ ശീലം തോറും നിർമ്മിക്കപ്പെടുകയാണ്. ഈ മിക്ക ആളുകളും പെട്ടെന്ന് വേഗത്തിലുള്ള വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കും. അവർ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കും, മുന്നേറ്റങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ ഏറ്റവും വലിയ ശക്തി നിലനിർത്തുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തികളെ പലപ്പോഴും അവഗണിക്കും. മറ്റൊരു പ്രശ്നമാണ് സ്റ്റെബിലിറ്റി ഇല്ലായ്മ. നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് ഒറ്റ വ്യായാമമല്ല, അല്ലേ? സ്ഥിരമായ പ്രവൃത്തികളാണ്. മോട്ടിവേഷൻ കുറവാണെങ്കിൽ പോലും എല്ലാ ദിവസവും രാവിലെ ജിമ്മിലേക്കുള്ള പതിവ് യാത്രകളാണ്, അല്ലെങ്കിൽ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതാണ് നിങ്ങളുടെ ശരീരത്തെ മാറ്റുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമാവുന്ന ആരോഗ്യപരമായ ഒറ്റ ഭക്ഷണമല്ല, ബർഗറിന് പകരം സാലഡ് സ്ഥിരമായി തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. പ്രഭാതത്തിലെ ഒരു ജേണലിംഗ് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് വ്യക്തത നൽകും. നിങ്ങളുടെ ചിന്തകൾ ബ്ലേഡ് പോലെ മൂർച്ചയുന്നതാകുന്നത് വരെ നിങ്ങളത് ദിവസവും ചെയ്യണം. ഈ സ്ഥിരത, കൺസിസ്റ്റൻസി ഗ്ലാമറസ് ആയിരിക്കില്ല, പക്ഷേ അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ നിങ്ങൾ അവഗണിക്കുന്ന ദിനചര്യക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കുക. ആളുകൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ഞാൻ അവരോട് പറയും, ഒറ്റ വാക്കി പറയും, പുതിയൊരു നിങ്ങളെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തുക. അതെന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് ക്ലൂസ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആപ്ലിക്കബിളായ മാത്രം എടുക്കുക. അതിനുമുമ്പ് ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കൊരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ഈ പുസ്തകം എഴുതാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവർക്ക് നല്ല മികച്ച ഐഡിയാസുണ്ട്, മികച്ച ആശയങ്ങളുണ്ട്, ശക്തമായ ചിന്തകളുണ്ട്. പക്ഷേ അവർക്ക് ഇല്ലാത്തത് എന്തായിരുന്നു എന്നറിയാമോ? സ്റ്റെബിലിറ്റി. ഒരു ദിവസം എഴുതും, പിന്നീട് ഒരാഴ്ച ഒന്നും എഴുതില്ല. അവർക്ക് ഈ മോട്ടിവേഷൻ തോന്നുമ്പോൾ തുടർച്ചയായി 2 ദിവസം എഴുതും. മൂഡില്ല, മോട്ടിവേഷൻ ഇല്ലെങ്കിലോ പിന്നെ ഒരു മാസം സംഭവം നിർത്തുകയും ചെയ്യും. ഒടുവിലെന്തായി? ആ സ്വപ്നം മങ്ങി, അതങ്ങ് കിടന്നുപോയി. ഇത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അവർക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ഞാനൊരു ഒറ്റ ഗുളിക കൊടുക്കാറുള്ളൂ കോമണായിട്ട്. മോട്ടിവേഷൻ കുറയുമ്പോഴും അച്ചടക്കം കാണിക്കാനുള്ള ഗുളിക. മോട്ടിവേഷൻ്റെ തീവ്രതയല്ല ഏറ്റവും പ്രധാനം. മോട്ടിവേഷൻ കുറയുമ്പോഴും നിങ്ങൾക്ക് ഡിസിപ്ലിൻ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഡിസിപ്ലിൻ, അച്ചടക്കം നിങ്ങളെ മോട്ടിവേഷനേക്കാൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. മോട്ടിവേഷൻ തോന്നുമ്പോൾ ഒറ്റ അടിയാണ്, പിന്നെ ഇരിക്കും. കൺസിസ്റ്റൻസി സ്ഥിരം കൊണ്ടുപോകും. അപ്പോഴാണ് ഇൻ്റഗ്രേഷൻ ആരംഭിക്കുന്നത്. നോക്കൂ, ആളുകൾ പലപ്പോഴും നഷ്ടപ്പെടുന്നൊരു ഭാഗ്യം ഇതാണ്, ഇൻ്റഗ്രേഷൻ. മനസ്സിലായില്ല? സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ഒരു വിത്ത് നടുന്നു. നിങ്ങളുടെ വിത്ത് എത്ര ചെറുതാണെന്ന് പ്രശ്നമല്ല, നിങ്ങൾ എല്ലാ ദിവസവും അത് നടുന്നത് മാത്രമാണ് പ്രധാനം. നിങ്ങൾ 5 മിനിറ്റ് ധ്യാനിക്കാറുണ്ടോ? വിത്ത് നടുകയാണ്.
നിങ്ങളൊരു നല്ല പുസ്തകത്തിൽ നിന്ന് 2 പേജുകൾ വായിക്കുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നല്ല ഭാവിയെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ? വിത്ത് നടുകയാണ്. അഫിർമേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വിത്ത് നടുകയാണ്. ആദ്യം അതത്ര വലുതായി തോന്നില്ല, കൈയഴിക്കാൻ ആളുകളോ പ്രേക്ഷകരോ ഇല്ല, പെട്ടെന്ന് റിസൾട്ടും കിട്ടില്ല. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വിളവെടുപ്പ് വരും. അത് വലിയ രീതിയിൽ വരും. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഞാൻ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നോക്കൂ, ഞാൻ ആരായി എന്ന് നോക്കൂ. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? ചിന്തിച്ച് നോക്ക്, നമുക്കതുണ്ടാവണ്ടേ? പക്ഷേ സാധ്യമാക്കിയത് ഒരു വലിയ തീരുമാനമല്ല, മറിച്ച് ആരും കാണാത്തപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത ചെറിയ ആവർത്തിച്ചുള്ള തീരുമാനങ്ങളാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. നിങ്ങൾ കാലക്രമേണ ആവർത്തിക്കുന്ന ഈ ചെറിയ ശീലത്തിൻ്റെ, നല്ല ശീലത്തിൻ്റെ ശക്തിയെ കുറച്ച് കാണരുത്. എല്ലാ മലയാളികളും ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചേക്കാണ്. നാളെ അടിച്ച് പെട്ടെന്ന് ജീവിതം മാറും. ജീവിതം മാറുന്നവരുടെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കൂ, വളരെ കുറവാണ്. പക്ഷേ ആ കുറവ് പെർസെൻറ്റേജുകാർക്ക് അവർക്കറിയാം ജീവിതം മാറുന്നത് സ്ഥിരമായി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കൊരു ശക്തമായ മോർണിംഗ് റൊട്ടീൻ നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു റൊട്ടീൻ സേവേഴ്സാണ്. നിങ്ങൾ മിറക്കിൾ മോർണിംഗ് എന്നൊരു പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. സേവേഴ്സ് അത് എഴുതിയ ഹാൽ എൽറോഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി ശരീരം 11 നുറുങ്ങി ഇടിച്ച് 6 മിനിറ്റ് മരിച്ച് ജീവിച്ചൊരു വ്യക്തി, 2 തവണ ക്യാൻസർ ബാധിച്ചൊരു വ്യക്തി, ബിസിനസ് തകർന്നു പോയൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ദ മിറക്കിൾ മോർണിംഗ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പ്രഭാതത്തെ സ്വന്തമാക്കി. ഈ പ്രഭാതത്തിനെ സ്വന്തമാക്കുമ്പോൾ പ്രഭാതത്തെ എങ്ങനെ സ്വന്തമാക്കി? ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തു. അതാണ് സേവേഴ്സ്. എസ് ഫോർ സൈലൻസ്, എ ഫോർ അഫിർമേഷൻസ്, വി ഫോർ വിഷ്വലൈസേഷൻ, ഇ ഫോർ എക്സസൈസ്, ആർ ഫോർ റീഡിങ്, എസ് ഫോർ സ്ക്രൈബിങ്. നോക്കൂ, ഒരു ശീലങ്ങളാണ്, 5-6 കാര്യങ്ങളാണ്. അത് സ്ഥിരമായി ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൽ ഒരാളായി, മാരത്തോൺ ചാമ്പ്യനായി. ഈ നുറുങ്ങിയ ആൾ മാരത്തോൺ ചാമ്പ്യനായി, നല്ല പണക്കാരനായി, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ പ്രസാധകനായി. നമുക്ക് ഹാപ്പിനെസ് ക്ലബിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഹാപ്പിനെസ് ക്ലബിൽ സേവേഴ്സിൻ്റെ സ്ഥാനത്ത് ഞാൻ മെൻറ്റർ എന്നൊരു സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ, ധാരാളം ആളുകളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മെൻറ്റർ സിസ്റ്റമാണ് നമ്മുടെ ഹാപ്പിനെസ് ക്ലബിലുള്ളത്. നിങ്ങൾക്കും ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതൊരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക്, ഇപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റല്ലോ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാം, നേരെ മറിച്ച് എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഒന്നിച്ചിരുന്ന 1 മണിക്കൂർ വളരെ ഭംഗിയാക്കിയിട്ട് നിങ്ങളത് ചെയ്യുന്നു, ചോദിക്കാനും പറയാനും ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാകും അല്ലേ? പലരും തുടങ്ങും, പക്ഷേ മിക്ക ആളുകളും ഒരിക്കലും അവരുടെ ലക്ഷ്യങ്ങളെത്താത്തത് കൊണ്ട് അവർ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിയുമ്പോൾ മോട്ടിവേഷൻ വരുമ്പോൾ വീണ്ടും തുടങ്ങും. പക്ഷേ പിന്നീട് ആ മൊമെൻറ്റം കുറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകും. ഇങ്ങനെ നിർത്തുമ്പോൾ കോമ്പൗണ്ട് എഫക്റ്റ് എന്നൊരു സാധനമുണ്ട്. കോമ്പൗണ്ട് എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൺസിസ്റ്റൻസിയുടെ നിയമം. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് നിങ്ങൾക്ക് ചെയ്തു തരാം. നോക്കൂ, ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെയാണ്. ആദ്യം നിങ്ങൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. എന്നിരുന്നാലും നിങ്ങൾ ദിവസം തോറും അതിലേക്ക് നിക്ഷേപം നടത്തിയാൽ പെട്ടെന്ന് ഇൻട്രസ്റ്റ് വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതം ഉയരാൻ തുടങ്ങും. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ എനർജി ലെവൽ മാറും. നിങ്ങളുടെ ആത്മവിശ്വാസം വളരും. നിങ്ങളുടെ വിഷൻ്റെ മൂർച്ച കൂടും. കുറേ കഴിയുമ്പോൾ ആളുകൾ നിങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിപ്പിക്കും. അവർ ചോദിക്കും, നിങ്ങളിത് എങ്ങനെ ചെയ്തു? നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ പറ്റും, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്നുകൊണ്ടേയിരുന്നു. ബസ്. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിജയം എന്ന് പറയുന്നത് മാജിക്കല്ല, മിസ്റ്ററി അല്ല.
നമ്മൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ സ്ഥിരമായി പ്രയോഗിക്കുന്നതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള റിഫ്ലക്ഷനാണ് ഈ സക്സസ്. അപ്പോൾ ചോദ്യം, ഈ അടിസ്ഥാന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കായിട്ട് വലിയ വാതിലുകൾ തുറക്കുമെന്ന് ഇറ്റ്സ് മൈ ഓഫർ. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആ അതിരാവിലെകളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവ ഒരു ത്യാഗമല്ലെന്ന് നിങ്ങൾ കാണും. അവ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. മറ്റാർക്കെങ്കിലും നിങ്ങളുടെ സമയം ആവശ്യമായി വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് മുൻഗണന നൽകി ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നല്ല സ്ഥിരതയുള്ളവർ ഈ ദിനചര്യകൾ ഉണ്ടാക്കുന്നില്ല, അവർ ഐഡൻറ്റിറ്റികൾ ഉണ്ടാക്കുകയാണ്. ഐഡൻറ്റിറ്റികൾ അതെന്താ സംഭവം? ഇനി അവർ എന്നും എന്നിങ്ങനെ ചെയ്യുന്ന ഒന്നല്ല, സ്ഥിരമായി ചെയ്യുമ്പോൾ അവരതായി മാറുകയാണ് ചെയ്യുക. അവർ ധ്യാനിക്കുക മാത്രമല്ല, അവർ ധ്യാനിക്കുന്നവരായി മാറുകയാണ് ചെയ്യുക. അവർ പ്ലാൻ ചെയ്യുന്നവർ മാത്രമല്ല, അവർ പ്ലാൻ ചെയ്യുന്നവരായി മാറുകയാണ് ചെയ്യുക. അവർ നിർബന്ധം പിടിച്ച് നേരത്തെ എഴുന്നേൽക്കുന്നില്ല, അതവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായതിനാൽ അവർ നേരത്തെ എഴുന്നേൽക്കുന്നു. അതെ, നിങ്ങളും ആ തലത്തിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് വിൽ പവറിൻ്റെ ആവശ്യമില്ല. എളുപ്പമാണെങ്കിലും അല്ലെങ്കിലും മൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയായ കാര്യങ്ങൾ തരത്തിലുള്ളൊരു വ്യക്തിയായി നിങ്ങൾ ഇതിനകം മാറിക്കൊണ്ടിരിക്കും. സ്റ്റെബിലിറ്റിയുടെ സമ്മാനം അതാണ്. അത് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുന്നു. തുടർന്ന് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ അത് മാറ്റും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 100 വീഡിയോ ഒന്നും സെർച്ച് ചെയ്ത് പോകണ്ട. ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതി. നമുക്ക് സക്സസ് വേണം. സക്സസ് വേണമെങ്കിൽ നമ്മൾ പുതിയ വെർഷനിലേക്ക് പോകണം, പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് പോകണം. പുതിയ ഐഡൻറ്റിറ്റി മാറ്റുന്നത് നമ്മുടെ ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ നമ്മൾ എപ്പോൾ ബിൽഡ് ചെയ്യുന്നു? പ്രഭാതത്തിൽ ബിൽഡ് ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ റിസൾട്ടുകൾ നോക്കണ്ട, നിങ്ങൾ റിസൾട്ടുകൾ ചേസ് ചെയ്യണ്ട. നിങ്ങളുടെ ദിനചര്യയെ, നിങ്ങളുടെ ഡെയിലി റൊട്ടീനെ ചേസ് ചെയ്യുക. നിങ്ങളുടെ പ്രഭാതത്തിൽ പ്രാവീണ്യം നേടി എക്സ്പെർട്ട് ആവുക. സ്റ്റെബിലിറ്റിയുടെ ശക്തിയെ ബാക്കിയുള്ളത് ചെയ്യാൻ അനുവദിക്കുക. അത് നാച്ചുറലി സംഭവിക്കും. അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. പക്ഷേ ഒരു പ്രഭാതത്തിൽ, ഒരു ദിവസം, 1 ഡേ നിങ്ങൾ ഉണർന്നിട്ട് നിങ്ങൾ വ്യത്യസ്തനായ ഒരാളായി മാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ശക്തനായ, തടയാൻ കഴിയാത്ത ഒരാളായി. ഓർക്കുക, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ലളിതമായ തീരുമാനത്തോടെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ആരായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? മിക്ക ആളുകളും ഈ ചോദ്യം ഒരിക്കലും ചോദിക്കാറില്ല. അവർ ജീവിതത്തോട് റിയാക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. മെസ്സേജുകൾക്ക് മറുപടി നൽകുന്നതിലും ഈ നോട്ടിഫിക്കേഷൻ അല്ലേ ഫോണിൽ വരുന്ന അതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഇനി ജോലിയുടെ തിരക്കിലാണ്. പക്ഷേ ഒരു പ്രഭാത വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ അങ്ങനെ തിരക്കിലല്ല. നിങ്ങൾ വ്യത്യസ്തമായ എന്തെങ്കിലും ആരംഭിച്ച് you have stepped into awareness and now you can choose not only what you want to do today but also who you want to be tomorrow. അതാണ് ഒരു പ്രഭാത ദിനചര്യയുടെ യഥാർത്ഥ സമ്മാനം. ഭാവി രൂപകൽപ്പന ചെയ്യാൻ അത് നമുക്ക് സ്പേസ് തരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആകേണ്ട വ്യക്തിയെ കണ്ടെത്താനാവില്ല. പക്ഷേ അയാൾ രാവിലെ മുതൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഒരു മികച്ച പേഴ്സണാലിറ്റിയിലേക്ക് ഒറ്റയടിക്ക് മാറുകയല്ല, മറിച്ച് ദൈനംദിനം പർപ്പസ്ഫുള്ളി അയാളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം എന്താണെന്നറിയോ? സിമ്പിളാണ്. ഞാൻ മാറാതെ കാര്യങ്ങൾ മാറില്ല. നമുക്ക് മാറുന്നതിലൂടെ കാര്യങ്ങൾ മാറ്റാം. കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതലാവണം. വിജയം വേണമെങ്കിൽ നമ്മൾ വിജയം പിന്തുടരുത്. ഡോണ്ട് ചേസ് ഡ്രീംസ്. കഴിവുകൾ, ശീലങ്ങൾ, അച്ചടക്കം ഇവ പിന്തുടരുക. വിജയം എന്നത് നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, നിങ്ങൾ ആരായിത്തീരുന്നുവോ ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ്. ഞാൻ പ്രഭാതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പ്രഭാതം ആരംഭിക്കുന്നത് പ്രഭാതത്തിലാണ്, അതോർക്കണം. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് റീസെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതെല്ലാം പുതുക്കാനുമുള്ള ഒരു നിശബ്ദ അവസരം എല്ലാ ദിവസവും പ്രഭാതം തരും. ആരും നിങ്ങളെ കാണുന്നില്ല, ആരും നിങ്ങളെ നിരീക്ഷിക്കുന്നില്ല. എന്നാൽ അപ്പോഴാണ് മാജിക് സംഭവിക്കുന്നത്. നിശബ്ദതയിലാണ്, സൈലൻസിലാണ് നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. വേദിയിലോ വെളിച്ചത്തിന് കീഴിലോ അല്ല, മറിച്ച്
നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെക്കാൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആദ്യ നിമിഷങ്ങളിലാണ്. നമുക്ക് വേണേൽ കിടന്ന് ഉറങ്ങാന്നേ. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങളുടെ പ്രഭാതത്തെ നിങ്ങളുടെ ഭാവിയുമായുള്ള ഒരു പവിത്രമായൊരു ഇൻ്റർവ്യൂ ആണെന്ന് നിങ്ങൾ ഒന്ന് കണക്കാക്കിയാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ടുഡേ ഐ വിൽ ബിൽഡ്, ടുഡേ ഐ വിൽ ഇൻവെസ്റ്റ്, ടുഡേ ഐ വിൽ ബിക്കം എന്ന് പറഞ്ഞാലോ? നിങ്ങൾ ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന വ്യക്തി അല്ലേ? ലക്ഷ്യബോധത്തോടെ ജീവിക്കുകയും പർപ്പസോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അല്ലേ? ജീവിതം ദുഷ്കരമാകുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക? ജീവിതം തകർന്നു പോവില്ല. കാരണം എന്താ? ജീവിതം ഈ പുറത്തേക്ക് എറിയുന്ന എന്തിനേക്കാളും ശക്തമായ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. ആ കരുത്ത് വേണം, ഇല്ലേ നമ്മൾ തളർന്നു പോകും. നിങ്ങളുടെ പ്രഭാതത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രാവീണ്യം നേടുമ്പോൾ നിങ്ങൾ സൂപ്പറാവും. മറ്റാരും നമ്മളാരും പൂർണ്ണ വ്യക്തികളല്ല, പക്ഷേ നമ്മൾ അടിസ്ഥാനമുള്ള വ്യക്തികളാണ്, ഫോക്കസുള്ള വ്യക്തികളാണ്, അച്ചടക്കമുള്ള വ്യക്തിയാണ് അല്ലേ? ഒരു ദിവസം കണ്ണാടി നോക്കി പറയാൻ പറ്റണം, ഇത് ഞാൻ നേടി. എന്ത് നേടി? ഈ ആത്മവിശ്വാസം, ഈ ശക്തി. അത് യാദൃശ്യമല്ല, ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് സ്ഥിരത കൊണ്ട്. ഇപ്പോൾ നല്ല മഴ, നല്ല സുഖമാണ് മോടിപ്പിടിച്ച് കിടക്കാൻ അല്ലേ, ഉറങ്ങാൻ. എന്നാൽ ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ളപ്പോഴും എഴുന്നേൽക്കുന്നതിലൂടെ. മൊബൈലിൽ സ്ക്രോൾ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? സ്ക്രോൾ ചെയ്യാൻ പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ ചിന്തിക്കുന്നതിലൂടെ എൻ്റെ ദിവസം എന്നെ ആസൂത്രണം ചെയ്യാൻ അനുവദിക്കുന്നതിന് പകരം എൻ്റെ ദിവസത്തെ ഞാൻ ആസൂത്രണം ചെയ്യുന്നതിലൂടെ, ഞാൻ പ്ലാൻ ചെയ്യുന്നതിലൂടെ, ഞാൻ ഡിസൈൻ ചെയ്യുന്നതിലൂടെ. നോക്കൂ, അപ്പോൾ നമ്മൾ എന്താണ് തീരുമാനിച്ചത്? നമ്മൾ കുറേ നേരം സംസാരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുമല്ലേ? നമ്മൾ നമ്മളെ ബിൽഡ് ചെയ്യുന്നു. നമ്മൾ ഒരു ദിവസം ഒരു വിജയിയായി ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് ഡയറക്ഷനും ക്ലാരിറ്റിയും കൺസിസ്റ്റൻസിയും ഉള്ളതുകൊണ്ട് ഇനി മോട്ടിവേഷൻ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. ഒരു ദിവസം ആരെങ്കിലും നിങ്ങളോട് എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചുവെന്നും അവർ അഭിനന്ദിക്കുന്ന ഒരാളായിട്ട് വളർന്നത് എങ്ങനെയെന്നും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ലളിതമായ ഒരു കാര്യത്തിലൂടെ പറയും, ഞാൻ എൻ്റെ പ്രഭാതത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അവിടെ നിന്ന് എല്ലാം മാറി. മാറ്റം കാലത്തിൻ്റെ അലംഘനീയ നിയമമത്രേ, അരുതെന്ന് ശഠിച്ചാൽ പോലും അത് വരുമെങ്കിൽ മാറ്റത്തെ മാറ്റമായി നിന്നുകൊണ്ട് അല്ലേ, ഒരു മാറ്റമായി മാറി നമുക്ക് അവകാശപ്പെട്ട. നേരത്തെ ഞാൻ എപ്പോഴും പറയും, എല്ലാവർക്കും വിധിക്കാം, നമ്മളെ നോക്കി വിധിക്കാം. നമ്മുടെ ജാതി പറഞ്ഞ് വിധിക്കാം, മതം പറഞ്ഞ് വിധിക്കാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി പറഞ്ഞ് വിധിക്കാം, നമ്മുടെ അപ്പൻ്റെ സാമ്പത്തിക സ്ഥിതി പറഞ്ഞ് വിധിക്കാം, നമ്മുടെ ഇല്ലായ്മ പറഞ്ഞ് വിധിക്കാം. അപ്പം നിങ്ങൾ നല്ല കടക്കാരനാണോ? നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ ആളുകൾ ഓടി ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ ഉണ്ടാവാം. നിങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാത്ത അവസ്ഥ ഉണ്ടാവും. ബി സൈലൻറ്റ്. എന്നിട്ട് പ്രഭാതത്തെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരിടം. എന്നിട്ട് ബിൽഡ് ചെയ്യുക, വളരെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, ഞങ്ങളുടെ സിസ്റ്റം, മെൻ്റൽ സിസ്റ്റത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ കുടുംബത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹാപ്പിനെസ് ക്ലബിലേക്ക് സ്വാഗതം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ടുഗദർ വി ക്യാൻ. വളരെ നീളമുള്ളൊരു വീഡിയോയാണ്, പക്ഷേ നിങ്ങൾക്കിത് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും, എൻ്റെ ഉറപ്പ്. താങ്ക് യു.